ശിർക്ക് ചെയ്താൽ അവൻ ചെയ്ത സകല സൽക്കർമ്മങ്ങളും ബാത്തിലാണ്. മറ്റു പാപങ്ങൾ ചെയ്താൽ സൽക്കർമ്മങ്ങൾ ബാത്തിലാവില്ല, അവൻ പാപം ചെയ്ത കുറ്റം കിട്ടും. ശിർക്ക് ചെയ്താൽ സൽക്കർമ്മങ്ങൾ മുഴുവനും ബാത്തിലാണ്. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. ഓ പ്രവാചകരെ, അങ്ങേക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്, ബോധനം നൽകിയിട്ടുണ്ട്. എന്താണ് ബോധനം നൽകിയത്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ പാപങ്ങളെല്ലാം, സൽപ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്. എല്ലാ പാവവും നിഷ്ഫലമായി പോകും, ഒന്നും സ്വീകരിക്കൂല. ഒരാള് 60 കൊല്ലം ജീവിച്ചു കുടിക്കോ, 60 കൊല്ലം നിസ്കരിച്ച നിസ്കാരം, 60 കൊല്ലം ഹജ്ജ് ചെയ്ത ഹജ്ജ്, 60 കൊല്ലം സക്കാത്ത് കൊടുത്ത സക്കാത്ത്, 60 കൊല്ലം നിർവഹിച്ച നോമ്പ്, 60 കൊല്ലം ഏതെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ബാത്തിലാകും. ജീവിതത്തിൽ ഒരിക്കൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അയാൾ ദർഗയിൽ പോകുന്ന ആളാണെങ്കിൽ, കബറാളികളോട് തേടുന്ന ആളാണെങ്കിൽ, കബറാളികൾക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളാണെങ്കിൽ, ഉറൂസ് നടത്തുന്ന ആളാണെങ്കിൽ, മരിച്ചവരെ വിളിച്ച് സഹായം തേടുന്ന ആളാണെങ്കിൽ, ഈ 60 കൊല്ലവും വേസ്റ്റാണ്. അവൻ കാഫിറാണ്, മുശ്രിക്കാണ്, അവന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാണ്. അങ്ങനത്തെ ആൾക്കാരുടെ കർമ്മങ്ങൾ അല്ലാതെ അറിയോ? ആ കർമ്മങ്ങളൊക്കെ അല്ലെടുത്തിട്ട് കാറ്റിങ്ങ് പറത്തി കളയും, ഒന്നും സ്വീകരിക്കില്ല, ഒക്കെ വേസ്റ്റ്. സക്കാത്ത് വേസ്റ്റ്, ഹജ്ജ് വേസ്റ്റ്, നോമ്പ് വേസ്റ്റ്, എല്ലാം വേസ്റ്റ്. എന്തില്ലാത്തത് കൊണ്ട്? തൗഹീദ് ഇല്ലാത്തത് കൊണ്ട്, ശിർക്ക് ചെയ്തത് കൊണ്ട്, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട്, ദർഗയിൽ തവാഫ് ചെയ്തത് കൊണ്ട്, ദർഗയിൽ നേർച്ച വഴിപാടുകൾ നടത്തിയത് കൊണ്ട്, എല്ലാം മാത്രമേ